ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. പറഞ്ഞ പോലെ ഈ റീസ്റ്റാർട്ടിംഗ് ഒന്നും അത്ര വലിയ ഈസിയുള്ള കാര്യമൊന്നുമല്ല. കാരണം റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണല്ലോ. ലൈഫിൽ മൊത്തത്തിലൊരു ഡിസിപ്ലിനൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് വീട്ടിൽ തന്നെ കുറച്ച് വർക്കൗട്ടും നടക്കാൻ പോകുന്നതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് ഒന്ന് കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കണ്ടമാനം കൂടുതലാണ്. ഡോക്ടറിനെ കാണിച്ചപ്പോൾ എന്തായാലും ഷുഗർ മെഡിസിൻ കഴിക്കേണ്ട ആ ഒരു ലെവലിലുണ്ട്. ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും മെഡിസിനിലാണ് തുടങ്ങിയേക്കുന്നത്. ഡയറ്റും അതുപോലെ തന്നെ വർക്കൗട്ടും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ റീസ്റ്റാർട്ടിങ് അത്ര ഈസി അല്ല എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, എൻ്റെ മോന് ഈ ആഴ്ച ഒരു സർജറി ഉണ്ട്. കഴിഞ്ഞ വർഷം ചെയ്യാനിരുന്ന സർജറിയാണ്. അവൻ്റെ നവോദയയുടെ അഡ്മിഷൻ്റെ ഭാഗമായിട്ട് റെസ്റ്റൊന്നും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ വെക്കേഷനാണ് അത് ചെയ്യുന്നത്. ഇത്തരം റെസ്പോൺസിബിലിറ്റി ഒന്നും നമുക്കാർക്കും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ട്രിഗർ ആവാറുണ്ട്, ഡിസ്ട്രാക്ഷൻസ് വരാറുണ്ട്. പക്ഷേ ഇതിനോടൊന്നും കഴിവതും ഞാൻ റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. കഴിവതും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കാനും ശ്രമിക്കാറുണ്ട്. ഇതിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. മുമ്പോട്ടുള്ള പോക്ക് വളരെ സ്ലോ ആണെന്നറിയാം. പക്ഷേ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. കാണാം.